ഇന്നെന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടു. ഈ ഇത്രയും റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രീദേവന്റെ നേതൃത്വത്തിൽ ഒത്തിരി തവണ നമ്മൾ കൂടുകയും അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായി. നമ്മുടെ മുന്നിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ചുവട് വെച്ച് നോണം നമ്മളുടെ തൊട്ടടുത്തുള്ള ജലാശയങ്ങളും തോടുകളും എങ്ങനെ വൃത്തിയാക്കിയിടാം. ഈ പറഞ്ഞ 2010 ഒരുപാട് വെള്ളം അത് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ദീർഘിപ്പിക്കാണ്ട് പറയുന്നത്. എൻ്റെ ചടങ്ങിനോട് ഞാൻ കടക്കാം. സ്വാഗതം. ഈ മാർക്കിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ കാരണമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെ ഉദ്ഘാടനം നിർവഹിക്കാമെന്നിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാർ. ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാവുന്നതിന്റെ ഏകദേശ രൂപം സന്ദീപൂടെ അവതരിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ കുറെ 2-3 മാസമായിട്ട് എന്റെ പിന്നാലെയാണ്. കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടൊരു രൂപത്തിലെത്തിയത്. അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനുള്ള ആളുകളിൽ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇത്തരം സംഘടനയെ കൊടുക്കുന്നത്. പക്ഷേ ഇതിന്റെ നേതൃത്വത്തിൽ വരുന്നവരും അദ്ദേഹത്തിൽ ചിന്തിക്കാവുന്നതാണ് നമ്മുടെ ഈ സംഘടന കൂടുതൽ വിഷമപൂർവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയൊരു മാറ്റം വരുത്താനും നവീനമായ ആശയങ്ങളോടെ നാടിന്റെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുകയും അതിന് തത്വമായ നടപടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന പ്രധാനമായിട്ടും നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ബഹുമാനായ ജനപ്രതിനിധികൾ നമ്മളോട് ഉദ്ഘാടനം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ ഇതായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ആളുകളാണ്. അവരുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം മൊത്തത്തിലൊരു മാതൃക പ്രസ്ഥാനമായിട്ട് മാറ്റാൻ കഴിയും. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ റെസിഡൻസി യൂണിറ്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. നമ്മുടെ പരിശോധന അറിയാൻ കഴിയും. ഈ ഓരോ പ്രദേശത്തുള്ള ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും പച്ചക്കറി, പഴം, പാല്, ബയോഗ്യാസ് ഉൾപ്പെടെയുള്ള എല്ലാം വിതരണം ചെയ്യുന്ന റെസിഡൻസി യൂണിറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്ന വളരെ കേരളമാണ്. അപ്പൊ അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അത് ഒരേ പ്രദേശത്തിന്റെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതികൾ, അവരുടെ പരമ്പരാഗത മേഖലകൾ എല്ലാം പരിശോധിച്ചിട്ട് നമുക്ക് പല പദ്ധതികളും ആവിഷ്കരിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള മാതൃകയായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളെ ചോദ്യത്തോട് മനസ്സിലാക്കുന്നത്. അപ്പോ അത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് നമ്മളിപ്പോൾ തോന്നുന്നത്. അതൊരു വലിയ സ്വപ്നവും പ്രതീക്ഷയുമാണ് നമ്മുടെ ഈ വിഷയത്തിലുള്ളത്. അതിലെത്താൻ എല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നടത്തി ഫലപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ എല്ലാവരും ഉണ്ടാവുക വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് ഇത്തരം സംരംഭങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാവരും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും നല്ല രീതിയിൽ ചർച്ചകളായി പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയില്ല. വളരെ മാതൃകപരമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് കൊണ്ടുവരാൻ കഴിയും. അത്തരം കാര്യങ്ങൾ സംഘടനയുടെ പുനഃശേഷികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ മുന്നിൽ നോക്കുന്ന ഒരു കുറച്ച് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ കൂടി ഞാനിവിടെ അവതരിപ്പിക്കാം. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മന്ത്രിയായിരുന്ന നമ്മുടെ പി ജെ ജോസഫാണ്. അന്ന് ആ പ്രധാന ചടങ്ങിൽ വെച്ച് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ലൈൻ റോഡിനെ സംബന്ധിച്ചുള്ള സർവേ ഒക്കെ നടത്തി പോയിരുന്നു. പക്ഷെ അത് എങ്ങും എത്താത്ത അവസ്ഥയിലായി. അപ്പൊ ആ ഒരു സംരംഭം ആ ഒരു അനുഭവിച്ചാണ് എങ്ങനെ കാരണം വെച്ചാൽ മന്ത്രിയെ റോഡിലൂടെ പാലം പോകുന്നതിന് ശേഷം നിർബന്ധമാണ് അപകടം മന്ത്രി ഓണമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ അതിന്റെ ഒരു പ്രതികരണം മേഖലയാണ് തീരപ്രദേശത്ത് വളരെ കാര്യമായിട്ട് വരുന്ന ഹൃദയമാണ് നമ്മുടെ ആശ്രയം.
പ്രദേശത്ത് മാത്രം അല്പം പരിഗണനത്തിന് വലിയ പ്രശ്നമില്ലാത്തത്. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മളുടെ വാർത്തകളും ആശയങ്ങളും നമുക്ക് ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി സിംന സന്തോഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ കെ സനീഷ്, ഇവിടെ കടന്നു വന്നിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രിയനായ നാട്ടുകാരൻ ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ ശ്രീ എൻ മൻഷ് ഹരീഷ് കുമാർ, വാർഡ് മെമ്പർ ശ്രീ ഷാഹുമോൻ, അതുപോലെ ശ്രീ ആൻഡി റഹ്മാൻ ഉൾപ്പെടെ ഇവിടെ സ്വാഗതം ആശംസിച്ച കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ എം എസ് സന്ധി, വൈസ് ചെയർമാൻ ശ്രീ സീന അരുൺ, ശ്രീ രക്ഷാധികാരി ശ്രീ എൻ എസ് രഘുവരൻ, ശ്രീ കെ വി ഷാജി, ജെ പി മണി, ശ്രീ പ്രസാദ്, ശ്രീ കെ എൻ ദിലീപ്, ശ്രീ സീന അരുൺ, പ്രീതി സ്വാമിനാഥൻ, ശ്രീ കനകുമാർ ഉൾപ്പെടെ വേദിയിലുള്ള ഏറ്റവും പ്രിയരായ മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയമുള്ള റെസിഡൻസ് അസോസിയേഷനിലെ മറ്റ് ഭാരവാഹിക അംഗങ്ങൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്. പ്രത്യേകിച്ച് 3 വാർഡുകളിലായി 1, 2, 20 വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ 3 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 11ഓളം റെസിഡൻസ് അസോസിയേഷന്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു പങ്ക് അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കോർഡിനേഷൻ കൂടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഒരുമിച്ച് കിടക്കുന്ന പ്രദേശങ്ങളുടെ പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ അതിൽ ഇടപെടുവാനും അത് ആ കാര്യത്തിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാനും ഒക്കെ വലിയ സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതൊപ്പം തന്നെ ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വലിയൊരു ശക്തിയായി തന്നെ ഈ കോർഡിനേഷൻ കമ്മിറ്റി മാറുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ പൊതുവായിട്ട് വന്ന അധ്യക്ഷ പ്രാസംഗികൻ ഇവിടെ പൊതുവായിട്ട് വന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഏറ്റവും പരമപ്രധാനമായി പ്രഥമ പരിഗണിച്ചു വരുന്ന വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ഭൂപ്രകൃതി എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. കുറെ കൂടി ഇപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വെജിറ്റേറിയൻ കളക്ഷൻ സെന്ററുകൾ, നമുക്ക് ഫെസിലിറ്റേഷൻ സെന്ററുകൾ നമുക്ക് കൂടുതൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വഴിയരിയിൽ നമുക്ക് ഞാൻ ഇപ്പോഴും കോർപ്പറേഷൻ ഈ കാര്യത്തിൽ ഒരു വലിയൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കുപ്പി രൂപത്തിൽ തന്നെ ഉള്ള ഒരു ഡിസ്പോസിബിൾ ബിന്നുകൾ ഇന്ന് കോർപ്പറേഷന്റെ, അതായത് കൊച്ചി സിറ്റിയുടെ വിവിധ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിംന, വൈസ് പ്രസിഡന്റ് ശ്രീ കെ സനീഷ്, നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ഹരീഷ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹ്മോൻ, ശ്രീമതി കൃഷ്ണൻ, ശ്രീ ആന്റണി റഹ്മാൻ, ശ്രീ എം എസ് സന്ധി, ശ്രീമതി
സീന, അരുൺ, എൻ്റെ സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഇപ്പോൾ 12 മണിയാവുകയാണ്. 10 മണിക്കാണ് നമ്മുടെ പരിപാടി പറഞ്ഞത്. നല്ല ചൂട്. അപ്പോൾ പലരുടെയും പ്രാർത്ഥന ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി, ഇനി അതൊരു പ്രസംഗമൊന്നും വേണ്ട എന്നൊരു ചിന്തയിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഈ നമ്മുടെ സമൂഹത്തിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വലിയ പങ്കാണ് വഹിക്കുന്നത്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളും നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ, അതിന് പരിഹാരം കണ്ടെത്താനും റെസിഡൻസ് അസോസിയേഷനുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുമാത്രമല്ല അവർ ചെയ്യുന്നതോ, ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികളെ ആദരിക്കുന്നു, കലാകാരന്മാരെ ആദരിക്കുന്നു. അതുപോലെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുന്നവരെ ആദരിക്കുന്നു, അവരെ അംഗീകരിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിലുപരിയായി മനുഷ്യരുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഈ അസോസിയേഷൻ വഹിക്കുന്ന പങ്ക് വളർത്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അസോസിയേഷനിൽ 11 ചേർന്ന് നമ്മുടെ നാടിന്റെ പൊതുവായ വികസനങ്ങൾ ചർച്ച ചെയ്യാൻ ഇത്തരം ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപം നൽകിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ ശ്രീ ദേവനും മറ്റുള്ളവരെ സൂചിപ്പിക്കുകയുണ്ട്. അന്ന് നാം ഗൗരവത്തോടെ ചർച്ച ചെയ്തത് നമ്മുടെ തോടുകളെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ് തോടുകൾ എന്ന കാര്യം നമ്മൾ ആദ്യമേ അംഗീകരിക്കുക. കാരണം നമ്മുടെ മനുഷ്യ ജീവന്റെ നിലനിൽപ്പിൽ ശുദ്ധജലവും ശുദ്ധവായുവും അനിവാര്യമാണ്. നമുക്ക് മാലിന്യമുള്ള പ്രദേശത്തുള്ള ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടു കഴിഞ്ഞതാണ്. ഇനിയും അതിന് ശാശ്വതമായിട്ട് പരിഹാരമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ സന്തോഷം. നമ്മൾ വ്യത്യസ്തമായ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധേയമാവുന്നത്. നമുക്കറിയാം, നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ കണ്ണൂരിൻ്റെ ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഇതൊരു കോർഡിനേഷൻ കമ്മിറ്റി ആയി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഭാരവാഹികൾ ചേർന്ന് പ്രവർത്തിച്ചത് അത് നമ്മുടെ വാർഡിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ വികസന പ്രവർത്തനം കൂടിയാവുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഈ നാട്ടിലെ ഒട്ടനവധി പോരായ്മകളും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നേക്ക് തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മളോട് സംസാരിച്ച വിഷയം തോട്. ഈ തോടുകൾ മാലിന്യപ്പെട്ടത് എങ്ങനെ, അവിടെ എങ്ങനെ മാലിന്യം വന്നു എന്നുള്ളത് ആ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ബോട്ടിലുകൾ പുറത്തേക്ക് മുന്നോട്ട് തിരിച്ചത് വരുന്നില്ല. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ തോട് മുമ്പെല്ലാം നമുക്കറിയാം വഞ്ചികൾ കൊള്ളുന്ന തോടാണെന്നും അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ആ തോടുകൾ എങ്ങനെ വീതി കുറഞ്ഞു. ഓരോരുത്തർ സൗകര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസന പ്രവർത്തനത്തിൻ്റെയും മറ്റു സ്വകാര്യമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും സംരംഭങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു പക്ഷേ ചെറിയൊരു ഭൂമിയായിരിക്കാം. പരിമിതമായ സ്ഥലത്ത് എന്തെങ്കിലും വർക്കുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ സമീപത്തിൽ നമ്മൾക്ക് എന്ത് ചെറിയൊരു തോടാണെങ്കിൽ ആ പോർഷനെ ഒന്നും കൂടി എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ തോടിൻ്റെ വീതി കുറഞ്ഞു. തീർത്തും വഞ്ചി പോയിട്ട് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വീണ്ടും നമ്മൾ അത് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് തൊഴിലുറപ്പ് വഴിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് തൊഴിലാളികൾ ഏറെക്കുറെ നല്ല രീതിയിൽ കയറുപിടിച്ച് സംരക്ഷിച്ചു പോലുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ 1, 2, 20 എന്നീ വാർഡുകളിലെ
റെസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് മാലിന്യകര അസോസിയേഷൻ ഓഫ് റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ ഓരോ പ്രദേശത്തിന്റെയും വിവിധമായ മേഖലകളിലുള്ള വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയിലൂടെ ഇന്നിപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് മുഖ്യമായിട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ തോടുകളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണവും നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെയുള്ള പോരാട്ടവും. നമ്മുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ പരിപാലന രംഗത്ത് എല്ലാവരുടെയും സഹകരണത്തോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും കൃത്യതയോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം നടന്നു വരുന്നുണ്ട്. എല്ലാവരും കൂടുതൽ അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പല സ്ഥലങ്ങളിലും പൊതുയിടങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഹരിതകർമ്മസേന അതുപോലെ തന്നെ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമായി കണക്കാക്കിക്കൊണ്ട് ഓരോരുത്തരും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. മാലിന്യങ്ങൾ ജൈവവും അജൈവവുമായി തിരിച്ചുകൊണ്ട് അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിക്കൊണ്ട് അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തത്തെ സംസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഹരിത എന്താ പറയുക നവകേരളം എന്നുള്ളതിൻ്റെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പദ്ധതികളുമായി രൂപീകരിച്ചുകൊണ്ട് വന്നപ്പോൾ ഉദ്ദേശിച്ചിരുന്ന ആ ലക്ഷ്യം. എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. എനിക്ക് നോട്ടീസ് കണ്ടപ്പോഴത്തെ പേര് ഹരീഷ് കുമാറിനാണ് വിളിച്ചത്. എനിക്കത് സന്തോഷം തോന്നി. കാരണം ഒരു കൗമാരകാലത്ത് കുമാരൻ എന്നുള്ള നിലയിലേക്ക് കൗമാരകാലത്തേക്ക് കൂടുതൽ സന്തോഷം. ഇതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന മനസ്സോട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് അറിയാതെ തന്നെ ചാർത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു. അതിൽ എഴുതിയിരുന്ന ശരീഷ് IAS. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു IAS കൊള്ളാവുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു നോട്ടീസിൽ എൻ്റെ പേര് IAS എന്നുള്ള രീതിയിൽ അടിച്ചെടുത്ത സന്തോഷം തോന്നി. പിന്നെ എന്നെ കണ്ണൂർക്ക് ട്രാൻസ്ഫർ ചെയ്തു. ലാൻഡ് ബോർഡിന്റെ ചെയർമാനായി. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എനിക്ക് ആ സ്ഥലമാറ്റം ഒഴിവാക്കി കിട്ടണം, എനിക്കത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച ശ്രീ കാനം രാജൻ സാറിനെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ BLA ആണല്ലേ, നിങ്ങൾക്കുള്ള ആളുകളല്ലേ ഇത്തരം ജോലികൾ ചെയ്യണം. അപ്പൊ എനിക്ക് എല്ലാം കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട്. പിന്നെ ദേവചേട്ടൻ പറഞ്ഞു പ്രോട്ടോകോളിന്റെ ഒരു ചെറിയൊരു വിഷയം ഇത് സംഭവിച്ചത്. എന്റെ പേര് താഴെയാണോ? ഞാൻ അതൊന്നും പ്രശ്നമില്ല. ഞാൻ 2 വർഷം നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തില് ജില്ലാ കളക്ടർ പ്രോട്ടോകോൾ ഓഫീസറായിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് പ്രോട്ടോകോളുകൾ നമ്മൾ കൊടുക്കണം. അവരുടെ യാത്ര, അവർ വരുന്ന സമയത്ത് അവരുടെ സ്വീകരിക്കൽ, അവരുടെ യാത്രയ്ക്ക് ഇതൊക്കെ വിവിധ രാഷ്ട്ര തലവന്മാർ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, പ്രസിഡന്റ്, APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള മഹാന്മാരായിട്ടുള്ള നേതാക്കൾ ഇവരൊക്കെ വന്നു പോകുമ്പോൾ നമ്മളെല്ലാം കൃത്യമായിട്ട് ആ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ അത് നിയന്ത്രിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ബുക്ക് ഓഫ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോട്ടോകോളിന്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളൂ. താഴേക്കില്ല. താഴേക്ക് നോക്കിയപ്പോൾ അതിനെ തീരുമാനിക്കും. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ താഴെയായാലും ശരി മുകളിലായാലും ശരി കുഴപ്പമില്ല. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രോട്ടോകോൾ, അതിന് താഴെയുള്ളത് അതാത് സംഘടനകൾ അവർ നടത്തുന്ന രീതിക്ക് അനുസരിച്ച് അത് മാറ്റാവുന്നു. അപ്പോൾ ഈ വളരെ നല്ല ആശയങ്ങളാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള പ്രകൃതിയുമായിട്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തോടുകളുടെ നവീകരണം. ഞാൻ പറയുന്നത് തോടുകളുടെ നവീകരണം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന മുന്നോട്ട് ഒരു ചെറിയൊരു കാൽവയ്പ്പാണ്. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് നമ്മുടെ നീലാംശം, സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ ബട്ട് ദി ഗ്രേറ്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ഇതുകൊണ്ട് മനുഷ്യന്റെ ഒരു ചെറിയ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് മനുഷ്യരാശിയെ സംബന്ധിച്ച്
വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. എന്നതുപോലെയാണ് ഈ മാർക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടന ഇവിടെ നടത്തിയിട്ടുള്ള ഈ കൊച്ചു കാലുവയ്പ് അത് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന്റെ കേരളത്തിന് തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമായി മാറട്ടെ എന്ന് ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ഈ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രകൃതിയുടെ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വ്യവസായ വിപ്ലവം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിലെ കാർബണിന്റെ അളവ് 350 ppm ആണ്. അതായത് പാർട്സ് പെർ മില്യൺ. ഒരു ദശലക്ഷത്തിൽ ഒരു പാർട്ട് എന്നുള്ളതിൽ 350. 1990 ആയപ്പോൾ 410. അപ്പോ നമ്മള് ഈ മാക്സിമം നമുക്ക് എത്താവുന്ന ഒരു പരിധി 450 ppm ആണ്. നമുക്ക് ഭൂമിയിൽ ഒരു ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് പരമാവധി 450 മാത്രമേ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവൻ സാധ്യമല്ല, നിലനിൽപ്പും സാധ്യമല്ല. അപ്പൊ നമ്മള് ഈ പറയുന്ന കാർബൺ എമിഷൻ അല്ലെങ്കിൽ അത് വലിയ രാജ്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ മനുഷ്യരാശി നേരിടുന്ന മൊത്തമായിട്ട് ഇത്തരം പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കണം. ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ. ഈ പറയുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗം വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് രാത്രി പ്രോഗ്രാമിനകത്ത് ലഹരിയുടെ ഉപയോഗത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങൾ എന്നൊരു വിഷയം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മ എല്ലാവിധ ആശംസകളും ഞാൻ പറയുന്നു. ഞങ്ങളുടെ സ്റ്റാഫ് പാർട്ടികളൊക്കെ വളരെ ശുഷ്കമാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നാട്ടിലുള്ള മയക്കുമരുന്ന് മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലങ്ങളും കേസുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന കേസുകളുടെ എണ്ണം വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിനൊരു തെളിവാണ്. കൂടാതെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന കേസുകളിൽ പലപ്പോഴും ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കുറവാണ്. അതായത് ഒരു കുറ്റകൃത്യം കണ്ടു, ആ കുറ്റകൃത്യം ഞങ്ങൾ കേസാക്കി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ സാക്ഷികൾ വേണം, അല്ലെങ്കിൽ അത് കണ്ടിരുന്നവരുടെ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ കോടതികളിൽ കേസ് തെളിയിക്കപ്പെടുന്നതിന് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇത് കാണുകയും കണ്ടു നിൽക്കുകയും ചെയ്യും. പക്ഷെ അതിലേക്ക് ഒരു സാക്ഷി എന്ന നിലയിൽ അല്ലെങ്കിൽ അവർ കണ്ടു എന്ന നിലയിൽ ഞങ്ങൾക്ക് അവസരം ഒപ്പിടാൻ ചോദിക്കുമ്പോൾ നിർഭാഗ്യവശാൽ പലരും പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിലും മറ്റും കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലേക്ക് ദൈവത്തെ ഓർത്ത് മരിച്ചുള്ള സാറേ ഈ ഒരു ഭാഷ തന്നെയാണ് ഞങ്ങളോട് സംസാരിക്കാറ്. അപ്പോ ഞങ്ങൾ ഇത്രയും നേരം ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഇത്രയും ക്ഷണിച്ചും അധികം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളോട് സമ്മതിക്കുന്നത് കരുതി തന്നെയാണ് ഞങ്ങൾ ഇത്രയും നേരം കൂടിയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് പോകേണ്ട വളരെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ്. അസോസിയേഷൻ ഓഫ് റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ് നമ്മളിപ്പോ 20 വാർഡുകൾ 3 വാർഡുകളിൽ 11 റെസിഡൻസുകാരാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ കാര്യങ്ങൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പോയ അവർക്ക് തന്നെ ഞാനൊരു ആശംസ പറയുന്നു. തീർച്ചയായിട്ടും എന്നെക്കാൾ മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിന് ശരിക്കും കൂട്ടായ്മ തന്നെയാണ് ആവശ്യം. അത് ഇതുപോലുള്ള റെസിഡൻസുകൾ വളരെ ഉപകാരപ്പെടും. പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് എനിക്കിവിടെ പറയാൻ ലഹരിയുടെ കാര്യം തന്നെയാണ്. ലഹരിയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്തലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മള് ഈ എന്റെ വാർഡിൽ ഇപ്പൊ ഹരീഷ് സാർ പറഞ്ഞ പോലെ എന്റെ വാർഡിലാണ് ഹരീഷ് സാറിന്റെ വീട്. അവിടെ നിന്ന് ആ വളവിലാണ് ഇവരുടെ സ്ഥിരം കേന്ദ്രം. എന്റെ വാർഡിലെ കേന്ദ്രം മറ്റുള്ള വാർഡുകളുടെ എനിക്ക് ശരിക്കും അറിയില്ല. എന്റെ വാർഡിലെ കേന്ദ്രം അവിടെയാണ് മെയിനായിട്ട്. അവിടെ നമ്മൾ CCTV സ്ഥാപിക്കാനുള്ള തീരുമാനം
സംസാരിക്കും. ഇപ്പൊ ആൺകുട്ടികളോട് നമ്മുടെ വാർഡിലെയും ആരെങ്കിലോടും ഒന്ന് സഹായിക്കാൻ പറ്റുമോ, നമുക്കിതൊന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പിന്മാറാനാണ് ഞാൻ കാണാറ്. അതുപോലെ തന്നെ പലവരും പിന്തിരിപ്പിക്കും. മെമ്പർ ഒരു സ്ത്രീയാണ്, മെമ്പർ ഇത് ഇനി നടന്നു കഴിഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തിലാണ് ഇരിക്കണേന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ഈ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ മാരകൊള്ളു. അവരത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മൈൻഡാണ് അവർ. അപ്പൊ ഞാൻ വരുന്ന സമയം തന്നെ ചിലപ്പോൾ സന്ധ്യ സമയം രാത്രി സമയങ്ങളാണ്. ആ വളരെ കുട്ടിയാണ് ഞാൻ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരു സംഭവം ഉണ്ടായി. എന്റെ വാർഡിൽ ഇതുപോലെ ഒരു പഴയ സംഘം ഒഴിഞ്ഞെടുപ്പുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എല്ലാവരും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകനായ ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് 1.5 മണിക്കൂറോളം ദൂരെ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നത്. പല പ്രവർത്തനങ്ങൾക്കും നമുക്ക് മുന്നിൽ ചുരുക്കാമ്പടിക്കാൻ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അസോസിയേഷന്റെ പേരിലും നമ്മുടെ നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗമായ AS അനിൽകുമാറാണ്. അദ്ദേഹത്തിന് അസോസിയേഷന്റെ പേരിലും നമ്മുടെ നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആശംസ നൽകിയത് ശ്രീമതി സിന്ന സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അവരോട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചുരുക്കാമ്പടിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർ ശ്രീമതി സിന്ന സന്തോഷിനും അസോസിയേഷന്റെ പേരിലും നമ്മുടെ നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വടക്കേക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി അനിൽകുമാർ മാഡത്തിനും നമ്മുടെ നാടിന്റെ പേരിലും അസോസിയേഷന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി നമ്മളോട് സംസാരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ വളരെയധികം നേരോടെ വെയിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അനിൽകുമാർ സാറിനും നമ്മുടെ അസോസിയേഷന്റെ പേരിലും നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ നമ്മുടെ നാട്ടുകാരനായ ഹരീഷ് സാറിനും അസോസിയേഷന്റെ പേരിലും നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രസംഗിയായിരുന്ന ഷാഹുൽ അടിപൊളി പ്രസംഗങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മാതൃകയാവേണ്ടതെന്നാണ്. വാർഡ് മെമ്പറും അസോസിയേഷന്റെ പേരും നാടിന്റെ പേരും നന്ദി അറിയിക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ സ്വാഗത ആശംസിച്ച് നമ്മുടെ ജനറൽ കൺവീനർ ഇപ്പോൾ അസോസിയേഷന്റെ ചുക്കാൻ പിടിക്കുന്ന AMS സന്ദീപിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷന്റെ രക്ഷാധികാരിയായ രഘുവരൻ സാറ്, ഷാജി, മണിച്ചേട്ടൻ എല്ലാവർക്കും അസോസിയേഷന്റെ പേരിലും നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ട്രഷററായ KN ദിലീപ് അസോസിയേഷൻ മെമ്പറാണ്. ചേട്ടൻ എല്ലാ കാര്യങ്ങളും